ജാക്ക് ലണ്ടൻ, ശരിയായ പേര് ജോൺ ഗ്രിഫിത്ത് ലണ്ടൻ. 1876 ജനുവരി 12 US സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ചു. അതായത് പേരിൽ മാത്രമേ ലണ്ടൻ ഉള്ളൂ. ആള് അമേരിക്കക്കാരനായിരുന്നു. പിതാവ് ജോൺ ലണ്ടൻ, മാതാവ് ഫ്ലോറ വെൽമാൻ. 1600 കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ നിന്ന് US വന്ന ഒരു കുടുംബത്തിന്റെ പിന്തുടർച്ചാവകാശികളായിരുന്നു പിതാവും കുടുംബവും. അങ്ങനെയാണ് ഈ ലണ്ടൻ എന്ന ഒരു പേര് അവരുടെ പേരിനോടൊപ്പം ചേരുന്നത്. മാതാവിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അതേ രീതിയിൽ മുല കൊടുക്കുവാനോ പരിചരിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. ആയത് അവരുടെ അയൽപക്കത്തുള്ള ഒരു നീഗ്രോ സ്ത്രീയാണ് ചെയ്തിരുന്നത്, ജെനി പ്രന്റിസ്. അവരെ ജാക്ക് ലണ്ടൻ പല പുസ്തകങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മാതൃത്വത്തിന്റെ ഊഷ്മളത അനുഭവപ്പെടുന്നതെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. സാമ്പത്തികമായി വളരെ താഴേക്കിടയിലുള്ള ഒരു കുടുംബമായിരുന്നു ജാക്ക് ലണ്ടന്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്കൂൾ വിദ്യാഭ്യാസം മുഴുമിക്കാൻ പറ്റാതെ നിർത്തേണ്ടി വന്നു. അദ്ദേഹം പല പല ജോലികളിൽ അദ്ദേഹം ഏർപ്പെട്ടു. ഒരു ഫുഡ് കാനിങ് ഫാക്ടറിയിലായിരുന്നു ആദ്യത്തെ ജോലി. ഫുഡ് ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്ത് ടിന്നിൻ്റെ അകത്താക്കി ആ രീതിയിൽ അടച്ച് സീൽ ചെയ്യുന്നു. പിന്നെ അത് വർഷങ്ങളോളം കേടുവരാതിരിക്കും. അത്തരം ഫാക്ടറിയിൽ ദിവസം 12 മുതൽ 18 മണിക്കൂർ വരെ അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടി വന്നിരുന്നു ആ ചെറുപ്രായത്തിൽ. പിന്നീട് വളർത്തമ്മയായ ജെനി പ്രന്റിസിന്റെ സാമ്പത്തിക സഹായത്തോടെ ഒരു ബോട്ട് വാങ്ങി കുറച്ചു കാലം ഓയിസ്റ്റർ ബിസിനസ്, ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ ചിപ്പി, അതിൻ്റെതായ ചില കച്ചവടങ്ങളൊക്കെ ആ കാലത്ത് നടത്തി. പക്ഷേ അധികകാലം അത് നീണ്ടു നിന്നില്ല. ഒരു കടൽക്ഷോഭത്തിൽ ആ ബോട്ട് തകർന്നുപോയി. പിന്നീട് കാലിഫോർണിയ ഗവൺമെന്റിൽ തന്നെ ഒരു ഫിഷ് പട്രോൾ യൂണിറ്റിൽ ജോയിൻ ചെയ്തു. അതായത് നമ്മളിവിടെ ട്രോളിംഗ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സംവിധാനം. അത് കഴിഞ്ഞ് കാലിഫോർണിയ റെയിൽവേയിലും പിന്നീട് അവിടെ ഒരു ചണ ഫാക്ടറിയിലും താൽക്കാലിക ജോലികൾ ചെയ്തിരുന്നു. പക്ഷേ ഈ ജോലികളൊന്നും അധിക നേരം നീണ്ടു നിന്നില്ല. പ്രധാനപ്പെട്ടൊരു കാര്യം, ആ കാലത്ത് അമേരിക്കയിൽ നിലനിന്നിരുന്ന ഒരു സാമ്പത്തിക മാന്ദ്യമായിരുന്നു. പല സ്ഥാപനങ്ങളും ജോലിക്കാരെ കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജോലികളൊക്കെ കുറച്ചു കാലമേ ഉണ്ടായുള്ളൂ. അതിനുശേഷം സീലുകളെ വേട്ടയാടുന്ന ഒരു കപ്പൽ, സീൽ സ്കൂണർ എന്നാണ് അതിന് പറയുക, അത്തരം ഒരു കപ്പലിലെ ജോലിക്കാരനായി വളരെ കാലം പസഫിക് സമുദ്രത്തിലൂടെ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സന്ദർശിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ 1894 അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയുടെ തന്നെ മറ്റൊരു ഭാഗമായ ഓക്ലാൻഡ് എന്ന പ്രദേശത്തെത്തി. അവിടെ വെച്ച് ആ കപ്പലിലെ ജോലി അവസാനിപ്പിച്ചു. അവിടുത്തെ ഒരു ഹൈസ്കൂളിൽ ചേർന്ന് വീണ്ടും പഠനം ആരംഭിച്ചു. ആയതിന് സഹായിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവിടെ ബീച്ചിൽ ഒരു ബാർ നടത്തിയിരുന്ന ജോൺ എം ഹിനോയിറ്റ്. അദ്ദേഹത്തിന്റെ ബാറിൽ തന്നെ ജാക്ക് ലണ്ടന് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. ആ ബാറിന്റെ പേര് തന്നെ രസകരമായ ഒരു പേരായിരുന്നു, ഫോർ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടൈം. അതായത് ദീർഘദൂര കപ്പൽ യാത്രകൾക്കൊക്കെ പോകുന്നവർക്ക്, ഇന്നത്തെ പോലെ ലക്ഷറി കപ്പലുകളൊന്നും അല്ല, സാധാരണ ചെറിയ കപ്പലുകളാണ്. ചെറിയ കപ്പലുകളാകുമ്പോൾ കപ്പലിനകത്ത് എന്തും കിട്ടും. അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. അപ്പൊ യാത്ര പോകുന്നതിന് മുമ്പ് അവസാനമായി, ഇനി യാത്ര കഴിയുമ്പോഴേ കിട്ടുള്ളൂ, സ്വല്പം മദ്യം സേവിക്കാം. കപ്പലിൽ വന്ന് ഇറങ്ങുന്നവർക്ക് യാത്രയ്ക്ക് ശേഷം ആദ്യമായി ഇത്തിരി മദ്യം സേവിക്കാം. അതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം. അങ്ങനെ സ്കൂൾ ഫൈനൽ പൂർത്തിയാക്കി. അതിനുശേഷം അദ്ദേഹത്തിന്റെ തന്നെ സഹായത്തോടെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠനത്തിന് ചേർന്നു. 1896 ആരംഭിച്ച ഡിഗ്രി പഠനം 1897 അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം വീണ്ടും അമേരിക്കയെ ബാധിച്ച ഒരു സാമ്പത്തിക മാന്ദ്യം. ആ മാന്ദ്യത്തിൽ ഈ ബാറിന്റെ ബിസിനസ് മോശമായി. അതോടെ ജോൺ എം ഹിനോയിഡിന് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. ആ കാലത്ത് സംഭവിച്ച മറ്റൊരു പ്രതിഭാസമായിരുന്നു ഗോൾഡ് റഷ്.
അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തും സ്വർണ്ണ നിക്ഷേപം കണ്ടുപിടിക്കപ്പെടുന്നു. അവിടെ പോയി സ്വർണം ശേഖരിക്കാൻ പല ആൾക്കാരും യാത്ര പുറപ്പെടുന്നു. ആ ഒരു പ്രതിഭാസത്തിന് പറഞ്ഞിരുന്നതാണ് ഗോൾഡ് റഷ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ പ്രധാനമായും കാനഡയുടെ വടക്ക് ഭാഗമായ ക്ലോണ്ടൈക്ക് എന്ന ഒരു സ്ഥലത്ത് ഇത്തരം ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. ക്ലോണ്ടൈക്ക് ഗോൾഡ് റഷ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അവിടേക്ക് ജാക്ക് ലണ്ടനും യാത്രയായി. ആ യാത്രയിൽ പക്ഷേ അദ്ദേഹം അസുഖബാധിതനായി. ആ പ്രദേശത്തെ സെയിന്റ് മേരീസ് ഹോസ്പിറ്റൽ, അതിന്റെ നടത്തിപ്പുകാരൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു, വില്യം ചർച്ച്. അദ്ദേഹം ജാക്ക് ലണ്ടനെ ചികിത്സിച്ചു. അതിനുശേഷം ഭക്ഷണവും താമസ സൗകര്യമൊക്കെ അവിടെ തന്നെ കുറച്ചു കാലത്തേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ തന്നെയുള്ള ഒരു സ്വർണ്ണ ഖനന കമ്പനിയിൽ കുറെ കാലം ജോലി ചെയ്യുണ്ടായി. അങ്ങനെ വളരെ കാലം യാത്രകൾ ചെയ്തു, ഒരുപാട് ജോലികൾ ചെയ്തു. പക്ഷെ ഒന്നും സാമ്പത്തികമായി കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല. 1898 അദ്ദേഹം തിരിച്ച് സാൻ ഫ്രാൻസിസ്കോയിൽ തന്നെ എത്തി. ആ സമയത്താണ് അദ്ദേഹം എഴുത്ത് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ ടു ദ മാൻ ഓൺ ട്രെയിൽ അന്നത്തെ ഒരു മാഗസിനിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ കഥ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതോടെ അദ്ദേഹത്തിന്റെ കഥകൾക്ക് വേണ്ടി അന്നത്തെ പ്രസിദ്ധമായ പല മാഗസിൻസും മറ്റു പ്രസിദ്ധീകരണങ്ങളെല്ലാം അദ്ദേഹത്തെ സമീപിക്കാൻ തുടങ്ങി. അദ്ദേഹം ധാരാളം എഴുതാൻ തുടങ്ങി. പ്രധാനമായും അതിന് അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിന്റെ യാത്രാനുഭവങ്ങൾ. ഒപ്പം സ്കൂൾ പഠനകാലത്ത് അദ്ദേഹം ആ ഒരു ലൈബ്രറിയിൽ സ്ഥിരം പോകുമായിരുന്നു. ആ ലൈബ്രറിയുടെ നടത്തിപ്പുകാരി മെറിയ ലൂയി ഡാമെ എന്ന ഒരു കവയത്രിയായിരുന്നു. അവരുടെ തൂലികാ നാമം വീട. ഒരുപാട് കവിതകൾ എഴുതിയിരുന്നു. അവരെ കാലിഫോർണിയ ഗവൺമെന്റ് ആസ്ഥാന കവയത്രിയായി പ്രഖ്യാപിച്ചു. ആ ബഹുമതി കിട്ടുന്ന ആദ്യ വ്യക്തി. അക്കാലത്ത് ഉള്ള ആ ഒരു വായനയും ഈ ജീവിതാനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രചോദനം. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ധാരാളം കഥകൾ അദ്ദേഹം എഴുതി. 1898 ഒരു ദരിദ്രനായി യാത്രകൾക്ക് ശേഷം സാൻ ഫ്രാൻസിസ്കോയിലെത്തിയ അദ്ദേഹം 1900 ആകുമ്പോഴേക്കും $2500 സേവ് ചെയ്തിരുന്നു. അന്നത്തെ $2500 ഇന്നതിന് $1,00,000 മേലെ നമുക്ക് വില കണക്കാക്കാം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം വിവാഹിതനായി. ഭാര്യ ബെസി, അവർക്ക് 2 പെൺകുട്ടികളുണ്ടായി. പിന്നീട് ആ വിവാഹബന്ധം അധികകാലം നീണ്ടുനിന്നില്ല. 1904 ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഒരു റഷ്യ ജപ്പാൻ യുദ്ധം കവർ ചെയ്യുന്നതിനായി പ്രശസ്ത മാഗസിൻ സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ അദ്ദേഹത്തെ ജപ്പാനിലേക്ക് അയച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തെ ജപ്പാൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തെങ്കിലും അന്നത്തെ US പ്രസിഡന്റ് റൂസ്വെൽറ്റിന്റെ ശക്തമായ ഇടപെടൽ കാരണം അദ്ദേഹത്തെ ജപ്പാന് റിലീസ് ചെയ്യേണ്ടി വന്നു. 1905 അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയുടെ അടുത്തായി 1000 ഏക്കർ വിസ്തീർണമുള്ള ഒരു ഫാം വിലയ്ക്ക് വാങ്ങി. പിന്നീട് അവിടെ 15,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കരിങ്കൽ നിർമ്മിത ഭവനം അദ്ദേഹം നിർമ്മിച്ചു. ആ ഭവനത്തിന് വുൾഫ് ഹൗസ് എന്നായിരുന്നു അദ്ദേഹം പേരിട്ടിരുന്നത്. അതിനുള്ള പ്രചോദനം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവൽ വൈറ്റ് ഫാങ് എന്ന കഥയിലെ ഒരു ചെന്നായ, ആ ചെന്നായയുടെ പേരാണ് വൈറ്റ് ഫാങ്. 1916 നവംബർ 22 അദ്ദേഹം കിഡ്നി ഫെയിലർ മൂലം അന്തരിച്ചു. വെറും 40 വയസ്സ് വരെ മാത്രം ആയുസ്സുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികളുടെ ബാഹുല്യം അമ്പരപ്പിക്കുന്നതാണ്. നമുക്കറിയാം 1898 അദ്ദേഹം എഴുതി തുടങ്ങിയത് 204 ചെറുകഥകൾ. അവ 20 ചെറുകഥാ സമാഹാരങ്ങളായി പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആദ്യതല്ല, അന്നത്തെ ഓരോ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. 23 നോവലുകൾ, 3 നാടകങ്ങൾ, 45 കവിതകൾ.
ആത്മകഥാംശപരമായ 3 നോവലുകൾ വേറെ. നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു 3 നോവലുകൾ. ഇതുകൂടാതെ 25 ലേഖനങ്ങൾ വേറെ. അദ്ദേഹത്തിന്റെ മിക്കവാറും നോവലുകളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒന്നുകിൽ കാടായിരിക്കും അല്ലെങ്കിൽ കടലായിരിക്കും. കാരണം അതെല്ലാം അദ്ദേഹത്തിന്റെ യാത്രാനുഭവങ്ങളാണ്. ഗോൾഡ് റഷ് കാലഘട്ടവും പിന്നെ ഓയിസ്റ്റർ ബിസിനസ്സും സീൽ സ്കൂണിങ്ങും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടിയ കാലഘട്ടവും. അദ്ദേഹം ജനിച്ച വീട് 1906 ഒരു ഭൂകമ്പത്തിൽ നാമാവശേഷമായി. പക്ഷേ ആ വീട് വന്നിരുന്ന സ്ഥലം ഇന്ന് കാലിഫോർണിയ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി സംരക്ഷിക്കുന്നു. അവിടെ ഒരു ജാക്ക് ലണ്ടൻ ജനിച്ചു വളർന്ന വീട് നിന്നിരുന്ന സ്ഥലം എന്നൊരു ശിലാഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് അദ്ദേഹത്തിന് അഭയം കൊടുത്ത ആ ബാർ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ് ബാർ, അതും ഇന്ന് ഒരു സംരക്ഷിത സ്ഥലമാണ്. ബാർ നടക്കുന്നുണ്ട്, എന്നാലും ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണ്. ജാക്ക് ലണ്ടന്റെ താവളമായിരുന്ന സ്ഥലം എന്നർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 1000 ഏക്കർ ഫാമും അവിടെ അദ്ദേഹം നിർമ്മിച്ച ആ വീട് പിന്നീട് ഒരു അഗ്നിബാധയിൽ കരിങ്കല്ലൊഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നശിച്ചു. അത് കാലിഫോർണിയൻ ഗവൺമെന്റ് ഇന്ന് സംരക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ സാൻ ഫ്രാൻസിസ്കോ ബീച്ചിന്റെ ഒരു ഭാഗം ജാക്ക് ലണ്ടൻ സ്ക്വയർ എന്നുള്ള ഒരു പേരിൽ അതിമനോഹരമാക്കി കാലിഫോർണിയ ഗവൺമെന്റ് സംരക്ഷിച്ചു വരുന്നു. ക്ലോൺ ലേക്ക് ഗോൾഡ് റഷിൽ ഭാഗവാക്കായ ആ മലനിരകൾ ഇന്ന് കാനഡ ഗവൺമെന്റ് മൗണ്ട് ലണ്ടൻ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു. കൂടാതെ റഷ്യ പ്രകൃതി മനോഹരമായ ഒരു തടാകത്തിന് ജാക്ക് ലണ്ടൻ ലേക്ക് എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. 1981 അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം US തപാൽ വകുപ്പ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. ജനഹൃദയങ്ങളിൽ ഇത്രയും വേരൂന്നിയ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ അമേരിക്കയിൽ വേറെ ഇല്ല എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ 2 നോവലുകളാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റ് ഫാങ്ങും മറ്റൊന്ന് കോൾ ഓഫ് ദ വൈൽഡ്. വൈറ്റ് ഫാങ് ഒരു ചെന്നായ നാട്ടിലേക്ക് വരുന്നതും അതനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും അവസാനം അതൊരു സമ്പന്ന കുടുംബത്തിന്റെ പെറ്റായി മാറുന്നതുമായ കഥയാണ്. നേരെ വിപരീതമാണ് കോൾ ഓഫ് ദി വൈൽഡ്. ഒരു സമ്പന്ന കുടുംബത്തിന്റെ പെറ്റായിരുന്ന ഒരു നായ കാടിനകത്തേക്ക് കടക്കുന്നു ചെന്നായ കൂട്ടങ്ങളോടൊപ്പം. വൈറ്റ് ഫാങ് എന്ന നോവൽ അടുത്ത ഞായറാഴ്ച മുതൽ ഈ ചാനലിൽ ആരംഭിക്കുക.